ഹലോ, ഇതാ ഒരു ഹാഫ് ഓണിയൻ, ആ സവാള നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ ഇതേപോലെ ഇട്ടിട്ട് അതൊന്ന് സോട്ട് ചെയ്ത് നല്ല ഭംഗിയായിട്ട് നമ്മളൊന്ന് വഴറ്റി മാറ്റി വയ്ക്കട്ടെ. ഇത് ഈ ഒരു ബൗളിലേക്ക് നമ്മൾ മാറ്റി വയ്ക്കാം. അതേസമയം നമ്മൾ പാൻ അടുപ്പത്ത് വയ്ക്കുക. വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 കഷ്ണം ബ്രെഡ് നമ്മൾ ഒന്ന് ടോസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഒരു 3 മുട്ട പുഴുങ്ങാൻ വയ്ക്കുക. ഒരു അവക്കാഡോ എടുത്തിട്ട് നമ്മളതൊന്ന് കട്ട് ചെയ്ത് ഈ നമ്മൾ ബൗളിൽ മാറ്റി വെച്ചേക്കണ സവാളയിലേക്ക് അത് ഇടുക. അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായി മിക്സ് ചെയ്യണം. ആ സവാളയും അവക്കാഡോയും കൂടെ നന്നായി മിക്സ് ചെയ്ത് അതൊരു സൈഡിൽ നമ്മളിങ്ങനെ മാറ്റി വയ്ക്കുക. അങ്ങനെ മാറ്റി വെച്ച ശേഷം അതിൻ്റെ അകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇടുക കേട്ടോ. നമുക്ക് ആവശ്യത്തിന് എത്ര എരിവാണ് അത്രയും കുരുമുളക് പൊടി, പെപ്പർ പൊടി അതിൽ ആഡ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ്, അതൊന്ന് കടിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിടുക. ഒരു കുറച്ച് നാരങ്ങ ഇതേപോലെ പിഴിഞ്ഞ് അതിൻ്റെ നീരും കൂടി അതിൽ ഒഴിക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടണം കേട്ടോ. ഉപ്പിട്ടിട്ടില്ല, ഉപ്പിടാൻ മറന്നുപോയി. അപ്പം മറന്നു ഇതല്ല, അത്രയും ഉപ്പ് കുറച്ച് മതി കേട്ടോ. ഇവിടെ ഉപ്പ് അധികം ആവശ്യമില്ല. ഇത് ഫ്രൂട്ടല്ല, അപ്പോൾ കുറച്ച് ഉപ്പ്, ഒരു ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിടുക. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു സൈഡിൽ അങ്ങ് വയ്ക്കാം. ഇനി നമ്മൾ പുഴുങ്ങിയ മുട്ടയുടെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് ആ മുട്ട എടുത്തിട്ട് നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ നല്ലതായിട്ടൊന്ന് വട്ടത്തിൽ ഇങ്ങനെ റൗണ്ട് ഇതിൽ കട്ട് ചെയ്ത് നമ്മളൊരു സൈഡിൽ ഇത് മാറ്റി വയ്ക്കുക കേട്ടോ. ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രെഡ് എടുക്കുക. അതിലേക്ക് നമ്മൾ ഈ അവക്കാഡോയുടെ ഫില്ലിങ് നമ്മൾ ഇതിൽ ഫില്ല് ചെയ്യുക. ഇതൊരു ഫില്ലിങ്ങായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഭയങ്കര നല്ലൊരു ഫുഡാണിത്. അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളിതാ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ എഗ്ഗ് ഇതിലേക്ക് നിരത്തി വയ്ക്കുക. നമുക്ക് എത്ര എഗ്ഗ് വേണം അത്രയും വെച്ചാൽ മതി. ഇപ്പോൾ ഒരു ലെയർ വെച്ചാൽ മതിയെങ്കിൽ അത് മതി. അതല്ല 2 ലെയർ വേണമെങ്കിൽ അങ്ങനെയും വയ്ക്കുക. നമുക്ക് 2 എഗ്ഗും ഈ ഒരു ഫുഡ് എന്ന് പറയുന്നത് നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ലഞ്ചായിട്ടോ എല്ലാം കുട്ടികൾക്കും കൊടുത്തയക്കാം. വലിയ ആൾക്കാർക്കും കഴിക്കാൻ പറ്റും. അത്രയും റിച്ച് കണ്ടൻറ്റാണ് ഇതിൻ്റെ അടുത്ത്. ന്യൂട്രീഷ്യൻസും ഇതിൽ വൈറ്റമിൻസും എല്ലാം അടങ്ങിയ നല്ലൊരു പോഷക ആഹാരമാണ്. അപ്പോൾ നമുക്ക് നേരമില്ല, അല്ലെങ്കിൽ അരി വയ്ക്കാൻ നേരമില്ല, ചോറ് വയ്ക്കാൻ നേരമില്ലാത്തവർക്കൊക്കെ ഇതേപോലെ ഓഫീസിലൊക്കെ കൊണ്ടുപോകാൻ നല്ലൊരു ഫുഡാണ് കേട്ടോ. അപ്പോൾ ഈ ഫുഡ് നമുക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇതാ അപ്പുറത്തിരിക്കുന്ന സ്ലൈസിലും കൂടെ ഇതേപോലെ വയ്ക്കാം. അത് ക്ലോസ് ചെയ്ത് നമ്മൾ ഒരു ടിഫിൻ ബോക്സിൽ നമുക്ക് ലഞ്ചായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഒക്കെ ഓഫീസിൽ കൊണ്ടുപോകാൻ പറ്റിയൊരു ഫുഡാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ്, ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.